നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യത്തിന് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്കും അതല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ ഉപകാരം ചെയ്ത് അവർക്കും തെറ്റാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കേണ്ടത് ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രതിഫലങ്ങളോ പാരിതോഷികങ്ങളോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളാണ്, അതുപോലെയുള്ള റിവാർഡുകളാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ആനന്ദവും മനസ്സിന് കൺകുളിർമയും കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞൊരു കാര്യം, നമ്മളൊരു പക്ഷേ ഭൂരിഭാഗം ദിവസങ്ങളിലും നമ്മളായിരിക്കും പരിചരിക്കുന്നത്. ആ പരിചരണത്തിൽ ഒരു കുറവും നമ്മൾ വരുത്താറുണ്ടാവില്ല. അവിടെ കിടപ്പ് രോഗികളായ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എത്ര വൃത്തിയാക്കിയാലും ഒരു പക്ഷേ അവിടെ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും. വരുന്ന ആളുകൾ 1-2 മിനിറ്റുകൾ അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ഉണ്ടാവുക. അവർക്കൊരുപാട് പറയാം. പക്ഷേ അവർ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ നിർവഹിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം എനിക്ക് ഞാൻ കാക്ഷിക്കുകയും ചെയ്യുന്നു, ബാക്കിയുള്ളത് എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നു, പരിചരിക്കുന്നു എന്നൊരു അർത്ഥത്തിൽ വരുത്തി തീർക്കണമെങ്കിൽ, ആ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ ഗുണം ഈ ലോകത്ത് നിന്ന് ലഭിക്കും, പരലോകത്ത് യാതൊരു സംശയമില്ലല്ലോ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതുപോലെയുള്ള മേഖലകളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ കാരുണ്യത്തിൻ്റെ ചിറകുകളാണ് നമ്മൾ വിടർത്തി വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ അതിനെ മറുത്ത് പറയുന്നതല്ല, സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുതിർന്ന ആളുകൾ ആ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ ഡെയിലി റൊട്ടീൻ, നിത്യജീവിതത്തിലെ ചര്യകൾ, ചില ആളുകൾ വളരെ അടുക്കും ചിട്ടയിൽ പോകുന്ന ആളുകളായിരിക്കും. അവരുടെ വസ്ത്രങ്ങൾ കൃത്യമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും, അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ സമയത്തിൽ അതൊരു കൃത്യതയുണ്ടാവും. അതൊക്കെ വാർദ്ധക്യത്തിലെത്തി കിടപ്പിലായ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താളം തെറ്റുമ്പോൾ സ്വാഭാവികമായും പ്രയാസങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്.